വൈൻ കുടിച്ചതോടെ നമ്മുടെ പ്ലാൻ ഒന്നുകൂടെ ഉറപ്പായി. അവൻ വീണ്ടും നമ്മുടെ വലയിൽ വീണു. ഇനി നിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ നിന്റെ ബ്രദറിലോ വൈൻ കുടിച്ചല്ലോ. അതോടെ ഈ വിഷയം കഴിഞ്ഞു. കുടുംബത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി എല്ലാരും അതൊക്കെ മറന്നേക്കൂ. കൃഷ്, 3 വർഷം മുൻപ് നിന്റെ തെറ്റ് തിരുത്താൻ നിനക്കൊരവസരം തന്നിരുന്നില്ലേ? സിംഗപ്പൂർ ബ്രാഞ്ചിന്റെ ഹെഡായി നിന്നെ അവിടേക്ക് അയച്ചു. ആ ബ്രാഞ്ചിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞ് എല്ലാ വർഷവും നീ എനിക്ക് ഇമെയിൽ അയച്ചിരുന്നു. ഞാൻ അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ആ കമ്പനി വലിയ നഷ്ടത്തില്. അതിന് നിന്റെ കയ്യിൽ എന്ത് മറുപടിയാ ഉള്ളത്? അപ്പൊ കഴിഞ്ഞ 3 വർഷം ഞാൻ സിംഗപ്പൂരിലല്ല, ജയിലിലായിരുന്നു എന്ന് അനുഷ്കയ്ക്ക് ശരിക്കും അറിയില്ലേ? അപ്പോ ആദ്യം എന്നെ ജയിലിൽ അയച്ചു, പിന്നെ സിംഗപ്പൂർ എന്ന കള്ളക്കഥ പറഞ്ഞു. ഇതെല്ലാം ഇവരുടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇതിന്റെ പിന്നിൽ നീയാണോ? അതെ, ഞാൻ ചെയ്തതെല്ലാം അനുഷ്ക ദീദിക്ക് വേണ്ടിയാ.